എനിക്കൊന്നിനും കഴിയുന്നില്ല. ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എൻ്റെ ജീവിതം തോൽവിയും സങ്കടവും മാത്രമാണ്. പലരും എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സ്നേഹിച്ചിട്ടുള്ളവർ തിരിച്ച് എനിക്ക് വേദനകൾ മാത്രം തരുന്നു. എനിക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതം ഇരുട്ട് മൂടിയ മുറികൾക്കുള്ളിലാണ്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? ജീവിതത്തോട് വെറുപ്പും ദേഷ്യവും തോന്നുന്നു. ഒന്നിനോട് ഒരു താല്പര്യമില്ലാതായി തുടങ്ങിയിരിക്കുന്നു. എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇത്തരം കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ മനസ്സിനെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധിയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ മുഴുവനായി കാണുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും? ഹൗ ക്യാൻ കൺട്രോൾ യുവർ മൈൻഡ്സ്? നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, ദാറ്റ് ഈസ് യു. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈകളിലാണ്. അതിനെ നിങ്ങൾക്ക് മാത്രമാണ് കൺട്രോൾ ചെയ്യാൻ കഴിയുക. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട സത്യം. ഒരാളുടെ മനസ്സിനെ തളർത്തണോ അതോ അയാളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരണോ എന്ന് തീരുമാനിക്കേണ്ടത് അയാൾ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയാത്തതാണ് ഏറ്റവും വലിയ തോൽവി. നിങ്ങൾ തോൽക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾ തോൽക്കുക തന്നെ ചെയ്യും. മറിച്ച് നിങ്ങൾ വിജയിക്കുമെന്ന് ദൃഢമായി തീരുമാനിച്ചാൽ അവിടെ ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. നിങ്ങൾക്കറിയോ, നിങ്ങൾ മനസ്സിലാക്കാത്ത നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേയധികം ശക്തികളുണ്ട്. ഈ ലോകത്തെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നു, കേൾക്കാൻ കഴിയുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഈ പ്രപഞ്ചം ഇനിയും നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ബാക്കി വച്ചിരിക്കുന്നു. കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങൾ സ്വയം നിങ്ങളുടെ വില മനസ്സിലാക്കുക. ഒരു സിംഹത്തിൻ്റെ കുഞ്ഞ് ആടുകളുടെ കൂടെ വളർന്നാൽ അത് കരയാൻ മാത്രമേ പഠിക്കൂ. പക്ഷേ എപ്പോഴെങ്കിലും അത് അതിൻ്റെ സ്വന്തം രൂപം കാണുമ്പോൾ ഞാനൊരു സിംഹമാണെന്ന് തിരിച്ചറിയും. അന്നു മുതൽ ആടുകൾക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. നിങ്ങളുടെ പവർ നിങ്ങളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളത് അറിയുന്നില്ല. അതിനെ പുറത്തു കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണ്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല. അത് തീർച്ചയായും ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നമുക്കറിയാം. പലരും കഴിഞ്ഞുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട പലതിനെയും ഓർത്ത് ഇപ്പോഴും സമയമില്ലാതാക്കുന്നു. ഒന്നോർക്കുക, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയത്തെയാണ് സ്വയം കൊന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സംഭവിച്ച തെറ്റുകൾ മാറ്റാൻ കഴിയില്ല. കഴിഞ്ഞു പോയതിനെ ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുക. നഷ്ടപ്പെട്ടതോ ചെയ്യാൻ കഴിയാതെ പോയതോ ആയതല്ല ഏറ്റവും വിലപ്പെട്ടത്. ഇപ്പോൾ എന്ത് ചെയ്യുന്നുവോ അതാണ് ഏറ്റവും വിലപ്പെട്ടത്. ഫോക്കസ് ഓൺ നൗ. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ നാളത്തെ വിധി നിശ്ചയിക്കുന്നത്. ഓരോ മിനിറ്റും ഓരോ അവസരമാണ്. അത് പാഴാക്കരുത്. യു ഹാവ് ടു ആക്സെപ്റ്റ് ദ റിയാലിറ്റി ആൻഡ് ഓവർകം ദ പ്രോബ്ലംസ്. റിയാലിറ്റിയെ അംഗീകരിക്കാൻ തയ്യാറായിരിക്കണം. പ്രശ്നങ്ങളെ ഓവർകം ചെയ്തിരിക്കണം. ഒരു പ്രശ്നം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ ഒരുപാട് സമയമെടുത്തേക്കാം. പക്ഷേ ആ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയും അത് റിയാലിറ്റിയാണെന്നും അത് എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു, അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നും ഇനി ഞാൻ അതിനെ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ എനിക്കത് ഓവർകം ചെയ്യാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയമോ നഷ്ടമോ സംഭവിച്ചാൽ അത് സംഭവിച്ചില്ല എന്ന് നടിക്കുന്നത് നിങ്ങളെ കൂടുതൽ തളർത്തുകയേ ഉള്ളൂ. അവിടെ നിങ്ങൾ ഭീരുവായി മാറുന്നു. പകരം ആ മുറിവ് എൻ്റെ റിയാലിറ്റിയാണ്. പക്ഷേ ഈ മുറിവ് ഉണങ്ങും, ഞാൻ വീണ്ടും തിരിച്ചു വരും എന്ന് സ്വയം പറയുക. പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളെ ഒരു യഥാർത്ഥ പോരാളിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കാറ്റും മഴയും ഏൽക്കാതെ വളരുന്ന മരത്തിന് കരുത്തുണ്ടാവില്ല. ശക്തമായ കാറ്റിനെ എതിരിട്ട് നിൽക്കുന്ന മരത്തിൻ്റെ വേരുകൾ മാത്രമാണ് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. നെഗറ്റീവ് ചിന്തകളെ കൺട്രോൾ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ മനസ്സ് തളർന്നുകൊണ്ടിരിക്കും. സോ അവോയ്ഡ് നെഗറ്റീവ് തോട്ട്സ്. നെഗറ്റീവ് ചിന്തകളാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ ശത്രു. നല്ല ചിന്തകൾ അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കിയെടുത്താൽ മനസ്സ് വളരെ ശാന്തമായി മാറും. അല്ലാതെ എനിക്കൊന്നിനും കഴിയുന്നില്ലല്ലോ, എല്ലാം നഷ്ടപ്പെട്ടല്ലോ, എനിക്കാരുമില്ല, ഒറ്റയ്ക്കാണ്, ഇത്തരം ചിന്തകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ തളർന്നു പോവുകയുള്ളൂ. ഇത്തരം ചിന്തകളെ മാറ്റിവെച്ച് ഉറച്ച വിശ്വാസത്തോടെ തീരുമാനമെടുക്കണം. ഞാൻ ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരു കപ്പലിന് ചെറിയ ഹോൾ ഉണ്ടായാൽ മതി. അതിലൂടെ പതിയെ പതിയെ വെള്ളം കയറി അത് മുങ്ങിപ്പോകും.
എന്നാൽ പുറമേ കാണുന്ന വെള്ളം മുഴുവൻ പെട്ടെന്ന് വന്ന് ആ കപ്പൽ മുങ്ങിപ്പോകുന്നതല്ല. ആ ഹോളിലൂടെ പതിയെ പതിയെ വരുന്ന വെള്ളമാണ് ആ കപ്പലിനെ മുക്കുന്നത്. അതുപോലെ പുറം ലോകത്തെ പ്രതിസന്ധികളല്ല നമ്മളെ തളർത്തുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അനുവദിക്കുന്ന നെഗറ്റീവ് ചിന്തകളാണ്. പോസിറ്റീവായി കാര്യങ്ങളെ സമീപിക്കുക, നെഗറ്റീവ് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അതോടുകൂടി നിങ്ങളുടെ മനസ്സ് ശാന്തമാവുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. നിങ്ങളുടെ മനസ്സിനെ തകർക്കാൻ ഒരു പ്രശ്നത്തിനും കഴിയില്ല, നിങ്ങളത് അനുവദിക്കാത്തിടത്തോളം കാലം. ഭയത്തെ നിങ്ങൾ കരുത്തോടെ നേരിടണം. പ്രശ്നങ്ങളിൽ നിന്നും ഒടിച്ചോടും തോറും അത് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയുള്ളൂ. പ്രശ്നത്തെ നോക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രതിസന്ധികളെ നോക്കി ഞാൻ നിന്നെ നേരിടും എന്ന് പറയുക. പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിക്കാതെ അവയ്ക്ക് നേരെ നടന്നു തുടങ്ങുക. പലരും പറയാറുണ്ട്, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന വാക്ക് അതാണ് നിങ്ങളെ നശിപ്പിക്കുന്നത്. കഴിയില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുമ്പോൾ പതിയെ പതിയെ അത് നിങ്ങളിൽ അലിഞ്ഞു ചേരുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ് അവിടെ നിങ്ങളുടെ വലിയ ശത്രുവായി മാറുന്നത്. നിങ്ങൾക്ക് കഴിയില്ല എന്ന ഭയം, ആ ഭയത്തെ പിഴുതെറിയണം. എനിക്കത് കഴിയുമെന്ന് നിങ്ങൾ പറയണം. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ നിശ്ചയിക്കുക. എന്നിട്ട് ആ ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി നേടിയെടുക്കുക. അത് നിങ്ങളുടെ മനസ്സിനെ ഒരിക്കലും തളരാൻ അനുവദിക്കില്ല. ഓരോ ലക്ഷ്യവും നേടിയെടുക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. പലരും വലിയ ലക്ഷ്യത്തെ സ്വപ്നം കാണുന്നു. അത് അവർക്ക് പെട്ടെന്ന് ലഭിക്കാതെ വരുമ്പോൾ മനസ്സ് തളർന്നു പോകുന്നു. നമ്മളൊരു വലിയ മല കയറാൻ നോക്കുമ്പോൾ ആദ്യം അതിൻ്റെ മുകളിലേക്ക് നോക്കും, എന്നിട്ട് പേടിച്ച് പിന്മാറുന്നു. എനിക്കൊരിക്കലും അതിൻ്റെ മുകളിലേക്ക് കയറി എത്താൻ കഴിയില്ല എന്ന് പറയുന്നു. പക്ഷേ ആ മലയുടെ താഴെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരിക്കും, ആദ്യത്തെ പടി. അതാരും കാണുന്നില്ല. ആ പടിയിലേക്കാണ് ആദ്യം നോക്കേണ്ടത്. വലിയ ലക്ഷ്യത്തെ ചെറിയ ചെറിയ ചവിട്ടുപടികളായി നിശ്ചയിക്കുക. എന്നിട്ട് പതിയെ പതിയെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. വലിയൊരു ജോലി ഒന്നിച്ചു തീർക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിന് സമ്മർദ്ദമുണ്ടാകും. എന്നാൽ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായി തിരിക്കുമ്പോൾ അത് എളുപ്പമാണെന്ന് മനസ്സിന് തോന്നിത്തുടങ്ങും. ഓരോ ചെറിയ ലക്ഷ്യവും നേടിയെടുക്കുമ്പോൾ നിങ്ങൾ വിജയത്തെ ഒരു ശീലമാക്കുകയാണ്. ഒന്നോർക്കുക, ചെറിയ 10-20 ചൂടുകൾ ചേരുമ്പോഴാണ് അത് വലിയ ദൂരമായി മാറുകയും അവിടെ എത്തിപ്പെടുകയും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ, പ്രയാസങ്ങൾ ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനമല്ല. നമുക്കതിനെ അതിജീവിക്കാൻ കഴിഞ്ഞിരിക്കണം. നിങ്ങൾ തളരുമ്പോൾ വിശ്രമിച്ചോളൂ, പക്ഷേ അവിടെ വെച്ച് നിങ്ങളെ ഓട്ടം നിർത്തരുത്. നിങ്ങളെ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കണം. റെസ്റ്റ് വെൻ യു ആർ ടയർഡ്, ബട്ട് ഡോണ്ട് സ്റ്റോപ്പ് ദേർ. ജീവിതമെന്നാൽ സുഖം മാത്രം ലഭിക്കുന്ന ഒന്നല്ല. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കും. അത് അനുഭവിക്കാത്തവരായി ആരുമുണ്ടാവില്ല. അല്ലാതെ അത് നിങ്ങൾക്ക് മാത്രമായി വരുന്ന ഒന്നല്ല. പലരും ചിന്തിക്കാറുണ്ട്, അയ്യോ എനിക്ക് മാത്രമാണല്ലോ ഈ കഷ്ടപ്പാടും ദുരിതവും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നു? ഒരേ ഒരു കാര്യം മനസ്സിലാക്കുക, സുഖമായിരിക്കുമ്പോൾ ആരും വളരില്ല. വേദനയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോഴാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളോട് തന്നെ ഇത് പറയുക, ഞാനൊരു ഇരയല്ല, ഞാനൊരു വേട്ടക്കാരനാണ്. ഏത് പ്രതിസന്ധിയും പ്രശ്നങ്ങളും എന്നെ തളർത്താൻ നോക്കിയാലും ഞാൻ കരുത്തനായി മാറിക്കൊണ്ടിരിക്കും. എനിക്ക് മുന്നിൽ എത്ര വലിയ മതിൽക്കെട്ടുകളാണെങ്കിലും അതിനെയെല്ലാം ഞാൻ ചാടിക്കടക്കും. കാരണം എൻ്റെ ഉള്ളിൽ ഒരു സിംഹത്തിൻ്റെ ഹൃദയമുണ്ട്. തളരില്ല, തകരില്ല, മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. I am the strongest person in the world.